ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചക്രവാണി ക്ലാസ്സസ്. അപ്പം നമുക്ക് ഇന്ന് എന്താ നോക്കുന്നത്? ഇന്ന് നമുക്ക് EMSനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. EMS നമ്പൂതിരിപ്പാട് EMSനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. EMSന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? 1909 മുതൽ 1998 വരെയാണ് EMSന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. 1909 മുതൽ 1998 വരെയാണ് EMSന്റെ കാലഘട്ടം എന്ന് പറയുന്നത്. നമുക്ക് ഈ വർഷങ്ങൾ ഇവിടെ എഴുതി മാറ്റിയിടാം. 1909, 1998. നമുക്ക് ഇത് അവസാനം നമുക്ക് എന്ത് ചെയ്യാം? ഈ വർഷങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഈ വർഷങ്ങൾ പറഞ്ഞു പോകുമ്പോൾ കാര്യങ്ങളിൽ നിന്ന് മാറിപ്പോവും. അപ്പോൾ ഈ വർഷങ്ങൾ അവസാനം നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസും കൂടി പറയാം. 1909 മുതൽ 1998 വരെയാണ് EMSന്റെ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. EMS ജനിക്കുന്നത് എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറത്താണ് EMS ജനിക്കുന്നത്. ഇനി കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ്? EMS നമ്പൂതിരിപ്പാണ്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാണ്. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ വരുന്നത് 1957 ഏപ്രിൽ 5 ആണ്. 1957 ഏപ്രിൽ 5. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ 1957 ഏപ്രിൽ 5-നാണ്. പിരിച്ചുവിടുന്നത് എന്നാണ്? 1959 ജൂലൈ 31-നാണ്. 1959 ജൂലൈ 31-നാണ്. എന്തിനെ തുടർന്നാണ് പിരിച്ചുവിടുന്നത്? വിമോചന സമരത്തെ തുടർന്നാണ് EMS മന്ത്രിസഭ പിരിച്ചുവിടുന്നത്. എന്നാണ് 1959 ജൂലൈ 31-ന് EMS മന്ത്രിസഭ പിരിച്ചുവിടുന്നു. കാരണം വിമോചന സമരം. ഏത് ആർട്ടിക്കിൾ ഉപയോഗിച്ചിട്ടാണ് ഈ മന്ത്രിസഭ പിരിച്ചുവിടുന്നത്? ആർട്ടിക്കിൾ 356 ഉപയോഗിച്ചുകൊണ്ട്. ആരാണ്? അന്നത്തെ പ്രസിഡന്റ് ആയിട്ടുള്ള ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് EMS മന്ത്രിസഭ പിരിച്ചുവിടുന്നത്. 1952 മുതൽ 1962 വരെ ആരാണ് പ്രസിഡന്റ്? രാജേന്ദ്ര പ്രസാദിന്റെ കാലഘട്ടമാണ്. 1952 മുതൽ 1962 വരെ ഇന്ത്യയുടെ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഈ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആർട്ടിക്കിൾ 356 പ്രകാരം കേരളത്തിലെ EMS മന്ത്രിസഭ പിരിച്ചുവിടുന്നത്. അപ്പോൾ 1957 ഏപ്രിൽ 5-ന് അധികാരത്തിൽ വന്ന മന്ത്രിസഭ 1959 ജൂലൈ 31-ന് പിരിച്ചുവിടുന്നു. ആർട്ടിക്കിൾ 356 പ്രകാരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പിരിച്ചുവിടുന്നു. വിമോചന സമരം കാരണമാണെന്ന് പറഞ്ഞു. ഈ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനും പനമ്പള്ളി ഗോവിന്ദമേനോനാണ്. മന്നത്ത് പത്മനാഭനും പനമ്പള്ളി ഗോവിന്ദമേനോനുമാണ് വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത്. പനമ്പള്ളി ഗോവിന്ദമേനോൻ, അതുപോലെ മന്നത്ത് പത്മനാഭൻ. ഭാരത കേസരി എന്നറിയപ്പെടുന്നത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ഇനി വിമോചന സമരം എന്നുള്ള വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ആരാണ്? പനമ്പള്ളി ഗോവിന്ദമേനോനാണ്. വിമോചന സമരം എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് പനമ്പള്ളി ഗോവിന്ദമേനോനാണ്. വിമോചന സമരം എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് പനമ്പള്ളി ഗോവിന്ദമേനോൻ. അതുപോലെ വേറൊരു വാക്കും അതേപോലെ ഉണ്ട്. നിവർത്തന പ്രക്ഷോഭം എന്ന് പറഞ്ഞ വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് IC ചാക്കോയാണ്. നിവർത്തന പ്രക്ഷോഭം എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് IC ചാക്കോ. ഈ നിവർത്തന പ്രക്ഷോഭം എന്നാണ്? 1932-ലാണ് നിവർത്തന പ്രക്ഷോഭം എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് IC ചാക്കോയാണ്. എന്നാൽ വിമോചന സമരം എന്ന വാക്ക് ഉപയോഗിച്ചത് പനമ്പള്ളി ഗോവിന്ദമേനോനാണ്. ഈ വിമോചന സമരം കാരണമാണ് ആദ്യത്തെ EMS മന്ത്രിസഭയെ പിരിച്ചുവിടുന്നത് 1959. ഇനി കേരളത്തിലെ പ്ലാനിംഗ് ബോർഡ് വരുന്ന ഏത് വർഷമാണ്? കേരള പ്ലാനിംഗ് ബോർഡ് 1967-ലാണ്. EMS 2 തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. 1957-ലും 1967-ലും. ഇനി കേരള പ്ലാനിംഗ് ബോർഡ് വരുന്ന സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നറിയപ്പെടുന്നത് ആരാണ്? EMS ആണ്. കേരള പ്ലാനിംഗ് ബോർഡ് വരുന്ന സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രി EMS ആണ്. സംസ്ഥാന പ്ലാനിംഗ് ബോർഡിന്റെ അധ്യക്ഷൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. കേരള സംസ്ഥാന പ്ലാനിംഗ് ബോർഡിന്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. അപ്പം കേരളത്തിലെ ആദ്യത്തെ പ്ലാനിംഗ് ബോർഡിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? EMS ആണ്. എന്നാൽ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? പിണറായി വിജയനാണ്. പ്ലാനിംഗ് ബോർഡിന്റെ ആദ്യത്തെ അധ്യക്ഷൻ എന്നറിയപ്പെടുന്ന EMS ആണ്. ഇപ്പോഴത്തെ അധ്യക്ഷൻ പിണറായി വിജയനാണ്. ഇനി പ്ലാനിംഗ് ബോർഡിന്റെ ഉപാധ്യക്ഷൻ ആരാണ്? പ്ലാനിംഗ് ബോർഡിന്റെ ഉപാധ്യക്ഷനാണ് രാമചന്ദ്രൻ നായർ. VK രാമചന്ദ്രൻ നായരാണ് ഇപ്പോഴത്തെ പ്ലാനിംഗ് ബോർഡിന്റെ ഉപാധ്യക്ഷൻ. VK രാമചന്ദ്രൻ നായർ.
പ്ലാനിംഗ് ബോർഡിന്റെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷനാണ് VK രാമചന്ദ്രൻ നായർ. അധ്യക്ഷൻ എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. നമ്മൾ പറയാൻ കാരണം ആദ്യത്തെ പ്ലാനിംഗ് ബോർഡിന്റെ അധ്യക്ഷൻ ആരാണ്? EMS ആണ്. 1967 EMS മുഖ്യമന്ത്രി ആയിട്ടുള്ളത് 1967 1957 ഇനി EMSനെ കുറിച്ചുള്ള ഒരു പത്രമുണ്ടല്ലോ, EMSന്റെ പത്രമാണ് പ്രഭാതം. പ്രഭാതം എന്ന പത്രം ആരുടെയാണ്? EMSന്റെയാണ്. പ്രഭാതം എന്ന പത്രം EMSന്റെ പത്രമാണ് പ്രഭാതം. EMSനെ കുറിച്ചുള്ള പത്രമാണ് പ്രഭാതം. പ്രഭാതം എന്ന പത്രം EMSന്റെയാണ്. 1934 പ്രഭാതം എന്ന് പറയുന്ന പത്രം. പ്രഭാതം എന്ന് പറയുന്ന പത്രം 1934 EMSന്റെ പത്രമാണ് 1934 പ്രഭാതം. ഇനി ഇദ്ദേഹത്തിന് 2 വിശേഷണങ്ങളുണ്ടല്ലോ, 2 പേരുകളുണ്ട്. ചെറിയാൻ എന്നും സുരേന്ദ്രൻ എന്നും അറിയപ്പെടുന്നത് ആരാണ്? സുരേന്ദ്രൻ. സുരേന്ദ്രൻ എന്നും ചെറിയാൻ എന്നും അറിയപ്പെടുന്നത് ആരാണ്? EMS ആണ്. സുരേന്ദ്രൻ ചെറിയാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? EMS ആണ്. 1934 അദ്ദേഹത്തിന്റെ പത്രം എന്താണ്? പ്രഭാതം എന്നറിയപ്പെടുന്ന പത്രം. ഇനി 1977 അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായ മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ EMS ആണ്. അശോക് മേത്ത കമ്മിറ്റി. അശോക് മേത്ത കമ്മിറ്റി. അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായ മുഖ്യമന്ത്രിയാണ് EMS. 1977 അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായി. ഇനി നമ്മൾ അശോക് മേത്ത കമ്മിറ്റി പറയുമ്പോൾ 1957 എന്ത്? ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. 1957 ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി. പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് ബൽവന്ത് റായ് മേത്ത. ബൽവന്ത് റായ് മേത്തയാണ് പഞ്ചായത്ത് രാജിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അതുപോലെ എന്തെന്ന്? 3 ടയർ സംവിധാനം, ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബൽവന്ത് റായ് മേത്തയാണ്. അപ്പം ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി 1957 അശോക് മേത്ത കമ്മിറ്റി 1977. ഇനി ഉണ്ടല്ലോ PK തുങ്കൻ കമ്മിറ്റി. PK തുങ്കൻ കമ്മിറ്റി 1989 PK തുങ്കൻ കമ്മിറ്റി 1989. എന്താണ് ഇതിന്റെ പ്രത്യേകത? പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണം എന്ന് പറഞ്ഞ കമ്മിറ്റിയാണ് PK തുങ്കൻ കമ്മിറ്റി. പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണമെന്ന് പറഞ്ഞ കമ്മിറ്റിയാണ് PK തുങ്കൻ കമ്മിറ്റി 1989. അപ്പൊ നമുക്കത് വിടാം. പഞ്ചായത്ത് രാജിന് അശോക് മേത്ത കമ്മിറ്റിയുടെ അംഗമായ കാര്യം പറഞ്ഞപ്പോൾ അത് പറഞ്ഞതേ ഉള്ളൂ. 1977 അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായത് ആരാണ്? EMS ആണ്. ഇനി ആദ്യമായിട്ട് ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണത്? EMS ആണ്. ആദ്യമായിട്ട് ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് EMS. ആദ്യമായിട്ട് ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് EMS. ഇനി അദ്ദേഹം മരിക്കുന്നത് എന്നാണ്? 1998 EMS അന്തരിക്കുന്നത്. 1998 EMS അന്തരിക്കുന്നു. ഇനി നമുക്ക് നമ്മൾ പറഞ്ഞ വർഷത്തിലോട്ട് വരാം. നമ്മൾ ആദ്യം പറഞ്ഞത് 1909 1909 പ്രത്യേകത എന്താണ്? മിന്റോ മോർലി ഭരണപരിഷ്കാരം വരുന്നത് 1909 മിന്റോ മോർലി ഭരണപരിഷ്കാരം 1909. അതുപോലെ ലീഡർ എന്ന പത്രം പ്രസിദ്ധീകരിക്കുന്നത് 1909. ലീഡർ എന്ന പത്രം പ്രസിദ്ധീകരിക്കുന്നത് 1909. ലീഡർ എന്ന പത്രം ആരുടെയാണ്? മദൻ മോഹൻ മാളവിയുടെ പത്രമാണ് ലീഡർ എന്ന പത്രം. അതുപോലെ ഗാന്ധിജി ഹിന്ദ് സ്വരാജ് എന്ന ബുക്ക് പബ്ലിഷ് ചെയ്യുന്നത് 1909. ഹിന്ദ് സ്വരാജ് എന്ന ബുക്ക് ഗാന്ധിജിയുടേതാണ്. അത് പബ്ലിഷ് ചെയ്യുന്നത് 1909. പിന്നെ അടുത്ത പ്രത്യേകതയാണ് PRDS പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. PRDS അല്ലെങ്കിൽ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ വരുന്നത് 1909. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിക്കുന്നത് ആരാണ്? പൊയ്കയിൽ കുമാര ഗുരുദേവൻ. പൊയ്കയിൽ കുമാര ഗുരുദേവനാണ് PRDS അല്ലെങ്കിൽ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന. ആസ്ഥാനം എവിടെയാണ്? ഇരവി പേരൂരാണ്, പത്തനംതിട്ട ജില്ലയിലാണ്. ഇനി അടുത്ത നമുക്ക് അതിൽ പറയാൻ പറ്റുന്ന പ്രത്യേകതയാണ് ലീഡർ എന്ന പത്രം പറഞ്ഞു, ഗാന്ധിജിയുടെ ഹിന്ദ് സ്വരാജ് എന്ന ബുക്ക് പറഞ്ഞു, മിന്റോ മോർലി ഭരണപരിഷ്കാരം പറഞ്ഞു, PRDS പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന് പറഞ്ഞു. ഇനി അടുത്ത വർഷം നമ്മൾ 1934 ഒന്ന് നോക്കാം. 1934 എന്താണ്
ലോങ് മാർച്ച്, ചൈനയിൽ ലോങ് മാർച്ച് നടക്കുന്നത് 1934. ലോങ് മാർച്ച് നടക്കുന്നത് 1934. ഇവിടെ നമ്മൾ 1934 പറയാൻ കാരണം എന്താണ്? EMS പ്രഭാതം എന്ന പത്രം പ്രസിദ്ധീകരിക്കുന്നത് 1934. അപ്പം ആ വർഷമാണ് ലോങ് മാർച്ച് നടക്കുന്നത് 1934. ഗാന്ധിജിയായിട്ട് ബന്ധപ്പെട്ട എന്ത് പ്രത്യേകത 1934 1934 എന്താണ്? സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ്, നിയമലംഘന പ്രസ്ഥാനം ഗാന്ധിജി പിൻവലിക്കുന്നത് 1934. ഗാന്ധിജി നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കുന്നത് 1934. ചൈനയിൽ ലോങ് മാർച്ച് നടക്കുന്നത് 1934. EMS എന്താണ്? പ്രഭാതം എന്ന പത്രം പ്രസിദ്ധീകരിക്കുന്നത് 1934. RBI ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഈ 1934? RBI ആക്ട് വരുന്നത് 1934. 1934 RBI ആക്ട്. അപ്പൊ നമുക്ക് 1934 ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. RBI ആക്ട് വരുന്നത് 1934. പ്രഭാതം എന്ന പത്രം വരുന്നത് 1934. ആരുടെയാണ്? EMSൻ്റെതാണ്. ഇനി ലോങ് മാർച്ച്, ചൈനയിലെ ലോങ് മാർച്ച് നടക്കുന്നത് 1934. ലോങ് മാർച്ച് നേതൃത്വം കൊടുക്കുന്ന ആരാണ്? മാവോ സേതുങ് ആണ്. ലോങ് മാർച്ച് നേതൃത്വം കൊടുക്കുന്നത്. അത് 1934. പിന്നെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഗാന്ധിജി പിൻവലിക്കുന്നത് 1934. അങ്ങനെ നമുക്ക് 1934 വിടാം. പിന്നെ നമ്മൾ പറഞ്ഞതാണ് 1957. 1957 എന്താണ്? EMS മന്ത്രിസഭ അധികാരത്തിൽ വരുന്നത് 1957. പിന്നെ നമ്മൾ പറഞ്ഞ വർഷമാണ് എന്ത്? 1959. 1959 വിമോചന സമരം നടക്കുന്നത്. അതുപോലെ EMS മന്ത്രിസഭ പിരിച്ചുവിടുന്നത് 1959. ഇതൊക്കെ 1959 പ്രത്യേകത. ഇനി നമ്മൾ പറഞ്ഞതാണ് 1977. 1977 എന്തുണ്ട്? അശോക് മേത്ത കമ്മിറ്റി 1977. 1977 അശോക് മേത്ത കമ്മിറ്റി വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ വർഷമാണ് 1989. 1989 എന്ത് വരുന്നത്? 61-ാം ഭേദഗതി. 61-ാം ഭേദഗതി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? വോട്ടിംഗ് പ്രായം കുറയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ് 61-ാം ഭേദഗതി. ആരുടെ കാലത്താണ്? രാജീവ് ഗാന്ധിയുടെ കാലത്താണ് 61-ാം ഭേദഗതി വരുന്നത്. എന്താണ്? വോട്ടിംഗ് പ്രായം 21 നിന്ന് 19 ആക്കി കുറയ്ക്കുന്നതാണ് 61-ാം ഭേദഗതി. 1989. 1989 61-ാം ഭേദഗതി പ്രകാരമാണ് വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആക്കി കുറയ്ക്കുന്നത്. ഇനി അട്രോസിറ്റീസ് അഗൻസ്റ്റ് SC/ST ആക്ട്. അട്രോസിറ്റി എന്താണ്? SC/ST-ക്കാർക്കെതിരെയുള്ള പീഡനങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്ട് വരുന്നത് 1989. SC/ST അട്രോസിറ്റീസ് ആക്ട് വരുന്നത് 1989. അതുപോലെ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ എന്തായിരുന്നു? ആദ്യം ഏകാംഗ കമ്മീഷനായിരുന്നു. അതായത് ഒരു ചെയർമാനെ ഇലക്ഷൻ കമ്മീഷന് ഉണ്ടായിരുന്നുള്ളൂ. ഇനി 1989 മുതലാണ് ഇലക്ഷൻ കമ്മീഷന്റെ അംഗസംഖ്യ എത്ര ആക്കി മാറ്റിയത്? ഇലക്ഷൻ കമ്മീഷനിൽ 3 കമ്മീഷണേഴ്സ് വന്നത് ഏത് വർഷം മുതലാണ്? 1989 മുതലാണ് ഇലക്ഷൻ കമ്മീഷനിൽ 3 കമ്മീഷണേഴ്സ് വന്നത്. ഇതാണ് നമ്മൾ 1989 കുറിച്ച് പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞു കേരളത്തിലെ പ്ലാനിംഗ് ബോർഡ് വരുന്നത് ഏത് വർഷമാണ്? 1967 പറഞ്ഞു. 1967 കേരളത്തിലെ പ്ലാനിംഗ് ബോർഡ് വന്നതെന്ന് പറഞ്ഞു. കേരള പ്ലാനിംഗ് ബോർഡിന്റെ ആദ്യത്തെ അധ്യക്ഷൻ ആരാണ്? EMS ആണെന്നും പറഞ്ഞു. അപ്പൊ ഇത്രയാണ് നമ്മൾ EMSനെ കുറിച്ച് പറഞ്ഞ വർഷങ്ങളെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് EMSനെ ഒന്നുകൂടെ ഓടിച്ച് പറഞ്ഞു നോക്കാം. 1909 മുതൽ 1998 വരെയാണ് EMSന്റെ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. എവിടെയാണ് ജനിക്കുന്നത്? മലപ്പുറം ജില്ലയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്നു EMS. കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭ വരുന്നത് 1957 ഏപ്രിൽ 5 മുതൽ 1959 ജൂലൈ 31 വരെയാണ്. 1959 വിമോചന സമരത്തെ തുടർന്ന് എന്ത് ചെയ്തു? EMS മന്ത്രിസഭ പിരിച്ചുവിടുന്നു. വിമോചന സമരത്തിന് നിർണ്ണയം നൽകിയത് ആരൊക്കെയാണ്? മന്നത്ത് പത്മനാഭനും പനമ്പള്ളി ഗോവിന്ദ മേനോനാണ്. വിമോചന സമരം എന്ന വാക്ക് ആരുടെയാണ്? പനമ്പള്ളി ഗോവിന്ദ മേനോന്റേതാണ്. ഇനി അത് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു നിവർത്തന പ്രക്ഷോഭം എന്ന വാക്ക് കൊണ്ടുവരുന്നത് ആരാണ്? IC ചാക്കോ. നിവർത്തന പ്രക്ഷോഭം 1932 പറഞ്ഞു. ഇനി അടുത്ത് പറഞ്ഞത് ഇദ്ദേഹത്തിന് അറിയപ്പെടുന്ന പേരുകളാണ്. ചെറിയാൻ, അതുപോലെ എന്താണ് സുരേന്ദ്രൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? EMS ആണെന്ന് പറഞ്ഞു. സുരേന്ദ്രൻ, ചെറിയാൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരെന്ന് പറഞ്ഞു? EMS ആണെന്ന് പറഞ്ഞു. ഇനി ഇദ്ദേഹത്തിന്റെ പത്രമാണെന്ന് അറിയപ്പെടുന്നത് പ്രഭാതം എന്ന പത്രം. 1934 പ്രഭാതം എന്ന പത്രം എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞതാണ് എന്താണ്? 1977
ഏത് അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായത് ആരാണ്? EMS ആണ്. 1977 അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായ കേരളത്തിലെ മുഖ്യമന്ത്രിയാണ് EMS എന്ന് പറയുന്നത്. അതുപോലെ ആദ്യമായിട്ട് ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആരാണ്? EMS ആണ്. ആദ്യമായിട്ട് ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി EMS ആണ്. അതുപോലെ പറഞ്ഞതാണ് കേരള പ്ലാനിംഗ് ബോർഡ്. കേരള പ്ലാനിംഗ് ബോർഡിന്റെ ആദ്യത്തെ അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് EMS ആണ്. കേരള പ്ലാനിംഗ് ബോർഡ് വരുന്നത് 1967 1967 കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? EMS ആയിരുന്നു. പ്ലാനിംഗ് ബോർഡിന്റെ അധ്യക്ഷൻ എപ്പോഴും, സംസ്ഥാന പ്ലാനിംഗ് ബോർഡിന്റെ അധ്യക്ഷൻ എപ്പോഴും ആരായിരിക്കും? മുഖ്യമന്ത്രി ആയിരിക്കും. അങ്ങനെ ആദ്യത്തെ പ്ലാനിംഗ് ബോർഡിന്റെ അധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് EMS ആണ്. ഇപ്പോഴത്തെ പ്ലാനിംഗ് ബോർഡിന്റെ അധ്യക്ഷൻ ആരാണ്? പിണറായി വിജയനാണ്. ഇപ്പോഴത്തെ പ്ലാനിംഗ് ബോർഡിന്റെ അധ്യക്ഷൻ പിണറായി വിജയൻ. എന്ന പ്ലാനിംഗ് ബോർഡിന്റെ ഉപാധ്യക്ഷൻ ആരാണ്? ഇപ്പോ VK രാമചന്ദ്രൻ നായർ. പ്ലാനിംഗ് ബോർഡിന്റെ ഉപാധ്യക്ഷനാണ് VK രാമചന്ദ്രൻ നായർ. നമ്മൾ 1967 പ്ലാനിംഗ് ബോർഡിന്റെ കാര്യം പറഞ്ഞു. ഇനി ഈ EMS കഥാപാത്രമായിട്ട് വരുന്ന പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? EMS കഥാപാത്രമായിട്ട് വരുന്നതാണ് അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മാൾ തിങ്സ്. അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് എന്ന പുസ്തകത്തില് ആര് കഥാപാത്രമായിട്ട് വരുന്നുണ്ട്? EMS കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മാൾ തിങ്സ്. അരുന്ധതി റോയുടെ ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് എന്ന പുസ്തകത്തിനകത്ത് God of Small Things. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിനകത്ത് ആര് കഥാപാത്രമായിട്ട് വരുന്നുണ്ട്? EMS കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. ഇനി EMSമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല, ഈ ഗോഡ് ഓഫ് സ്മാൾ തിങ്സിലെ 2 കഥാപാത്രങ്ങളാണ് റാഫേലും എസ്തയും. റാഫേൽ, എസ്ത എന്നീ 2 കഥാപാത്രങ്ങൾ ഏതിലാണ്? ഗോഡ് ഓഫ് സ്മാൾ തിങ്സിലെ കഥാപാത്രങ്ങളാണ്. ആരുടെയാണ് ഗോഡ് ഓഫ് സ്മാൾ തിങ്സ്? അരുന്ധതി റോയുടെയാണ്. അരുന്ധതി റോയ്. അരുന്ധതി റോയുടേതാണ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. ഈ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിൽ ആര് കഥാപാത്രമായിട്ട് വരുന്നുണ്ട്? EMS കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. ഇനി EMS കഥാപാത്രമായിട്ട് വരുന്ന വേറൊരു പുസ്തകമാണ് ഏത്? കേശവന്റെ വിലാപങ്ങൾ. കേശവന്റെ വിലാപങ്ങൾ. കേശവന്റെ വിലാപങ്ങൾ എന്നറിയപ്പെടുന്നത് എന്താണ്? EMSനെ കുറിച്ച് പരാമർശമുള്ള മറ്റൊരു പുസ്തകമാണ് കേശവന്റെ വിലാപങ്ങൾ. ആരുടെ പുസ്തകമാണ് കേശവന്റെ വിലാപങ്ങൾ? M. മുകുന്ദന്റെ പുസ്തകമാണ് കേശവന്റെ വിലാപങ്ങൾ. M. മുകുന്ദൻ. ഈ 2 പുസ്തകത്തിലും ആര് കഥാപാത്രമായിട്ട് വരുന്നുണ്ട്? EMS കഥാപാത്രമായിട്ട് വരുന്നുണ്ട്. ഇനി 1998 ആര് അന്തരിക്കുന്നത്? EMS അന്തരിക്കുന്നത്. 1998 EMS അന്തരിക്കുന്നത്. 1909 മുതൽ 1998 വരെയാണ് EMSന്റെ കാലഘട്ടം. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞു. കേരള പ്ലാനിംഗ് ബോർഡിന്റെ ആദ്യത്തെ അധ്യക്ഷനാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത്യാവശ്യം വർഷങ്ങളെ കുറച്ച് 2-3 പോയിന്റ് വെച്ചേ പറയാൻ പറ്റുള്ളൂ. വർഷങ്ങൾ എക്സ്പ്ലെയിൻ ഇത്രയും വർഷങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു ക്ലാസ് അതിന് തന്നെ വേണ്ടി വരും. അത്യാവശ്യം പറയാൻ പറ്റുന്ന വർഷങ്ങൾ, അത്യാവശ്യം പറയാൻ പറ്റുന്ന പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ്സിലൂടെ അറിയിക്കണം. നിങ്ങൾക്ക് എങ്ങനെയുള്ള ക്ലാസ് ആണ് വേണ്ടത്? ഇനി ഈ രീതിയിലുള്ള ക്ലാസ് മുന്നോട്ട് പോയാൽ മതിയോ? ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ? വേറെ ഏതെങ്കിലും ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് വേണോ എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ കമന്റുകളായിട്ട് അറിയിക്കാം. താങ്ക്സ്.